കാവ്യ, ഏയ് എഴുന്നേക്ക്, തന്റെ വീടെത്താനായി. ഇത്ര പെട്ടെന്നോ? അല്ല, കാർത്തി എന്താ ഇവിടെ? ആഹാ, ഇന്നലെ രാത്രി മുഴുവൻ എന്റെ കയ്യിൽ നിന്ന് വിടാതെ മുറുകെ പിടിച്ചിട്ട് ഇപ്പൊ ഞാനെന്താ ഇവിടെയെന്നോ? ഞാനോ? ആണോ? എന്നാ പിന്നെ കാർത്തിക് എന്നെ വിളിച്ചുണർത്തിക്കൂടായിരുന്നു? എന്തിന്? ഈ കൈ എനിക്ക് പിടിക്കാനുള്ളതല്ലേ. അയ്യോ, കൊഞ്ചല് കഴിഞ്ഞെങ്കിൽ ഒന്ന് എണീക്കാമോ? ഈ ലഗേജ് എനിക്ക് വീട്ടിൽ കൊണ്ടുപോവാനുള്ളതാ. നിനക്ക് വിരോധമില്ലെങ്കിൽ ഈ ലഗേജ് ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അയ്യടാ, എന്താ ഒരു പൂതി. എനിക്കെന്റെ ജീനാമ്മേനെ കണ്ടാ മതിയേ. വാ ചിന്നി, നമുക്കിറങ്ങാം. ഓ, ഇപ്പൊ നമ്മൾ ഔട്ടായി. സാരമില്ല, നമുക്ക് നാളെ കോളേജിൽ നിന്ന് കാണാന്നേ. ശരി, രണ്ടാളും പോയിട്ട് റെസ്റ്റ് എടുക്ക്. എന്നാ പിന്നെ നാളെ കാണാം. ബൈ. കുക്കി, നീ ഒന്ന് സൂക്ഷിച്ചോ. നമ്മളില്ലാത്തപ്പോ മമ്മിക്ക് കൂട്ടിന് വന്ന ലേഡി ഹിറ്റ്ലർ ഇനിയും പോയിട്ടില്ല. ആര്? വല്യമ്മയോ? ആ സാധനം തന്നെ. ആ പെണ്ണുമ്പിള്ളേക്ക് നിന്നെ കാണുമ്പോ ചെകുത്താൻ കുരിശ് കണ്ടതുപോലെയാ. അവര് കേൾക്കണ്ട. ആഹാ, വന്ന എന്റെ മക്കള് രണ്ടാളും. എന്റെ സുന്ദരി ജീനാമേനെ ഒരുപാട് മിസ് ചെയ്തു. കെട്ടിപ്പിടുത്തവും ഉമ്മവപ്പൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്കൊന്നകത്തേക്ക് കേറാമായിരുന്നു. വേഗം ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് കഴിച്ചിട്ട് കിടന്നാ മതി. അല്ലെങ്കിലേ രണ്ടും ഇനി രാത്രി എഴുന്നേക്കൂ. ഞാൻ ഇപ്പൊ ഫ്രഷ് ആയിട്ട് വരാം. ആ, നിങ്ങള് വന്നോ? ആ, വല്യമ്മ സുഖാണോ? ജിമിനെ, നീ ആകെ കോലം കെട്ടല്ലോടാ, എന്തു പറ്റി? ഓ, അത് വല്യമ്മ കണ്ണട വെക്കാത്തോണ്ട് തോന്നുന്നതാ. എനിക്കൊരു കുഴപ്പമില്ല. ആ, എന്നാ പോയി കുളിച്ചിട്ട് വല്ലോം കഴിക്ക്. എനിക്ക് മതി ജീനാമ്മേ, വയറ് നിറഞ്ഞു. അതിന് നീ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. കുറച്ചു ദിവസം മാറി നിന്നപ്പോഴേക്കും പെണ്ണിന്റെ കോലം നോക്ക്. മര്യാദയ്ക്ക് ഇത് മുഴുവനും കഴിച്ചോ? വേണ്ട ജീനാമ്മേ, മതി. ആഹാ, ഇത് മുഴുവൻ കഴിക്കാണ്ട് നീ പോകുന്നത് എനിക്കൊന്ന് കാണണം. ജീനെ, അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനെങ്ങനെ കൊഞ്ചിച്ച് തീറ്റിക്കുന്നേ? 4 വയസ്സുള്ള കൊച്ചൊന്നും അല്ലല്ലോ. മോനെ, അത് പിന്നെ എന്റെ അമ്മയ്ക്ക് 2 മക്കളാ, ഞാനും ദേ ഇവളും. പക്ഷേ നിങ്ങളുടെ വിഷം കലർന്ന മനസ്സ് വെച്ച് അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. ഷിമി, കഴിച്ചു കഴിഞ്ഞെങ്കിൽ നീ എണീറ്റ് പോ. മമ്മി, ഇവര് നിന്നോട് പോകാനാ പറഞ്ഞേ. മോളെ, വേണ്ടത് കഴിക്കണ്ട, മോള് പോയി കിടന്നോ.
യാത്രാക്ഷീണമുള്ളതല്ലേ? നിങ്ങളുടെ പ്രായത്തോട് ഒരല്പം ബഹുമാനമുള്ളത് കൊണ്ടാ പിള്ളേരുടെ മേൽ വെച്ച് ഞാൻ ഒന്നും പറയാത്തത്. ചിന്നി പറഞ്ഞത് ശരിയാ. എനിക്ക് 2 മക്കളാ, കാവ്യം ജീവനും. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചാൽ മാത്രമേ ഒരമ്മയുടെ വാത്സല്യം കൊടുക്കാൻ പറ്റൂ എന്നൊന്നുമില്ല. അതിനൊരു മനസ്സുണ്ടായാൽ മതി. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോൾക്ക് ഞാൻ അമ്മ തന്നെയാ. ഡീ, നിനക്ക് വിഷമായോ? ഏയ് ഇല്ലടാ, അവർക്കെന്നെ കാണുമ്പോ ഇത് പതിവുള്ളതല്ലേ. ആ, ഇനി ആ പതിവ് ആവർത്തിക്കാതിരിക്കാനാ ഞാൻ അങ്ങനൊക്കെ പറഞ്ഞത്. നീ എന്തിനാ വെറുതെ? അവർക്കിനി നിന്നോട് ദേഷ്യമായിരിക്കും. അവര് ദേഷ്യപ്പെട്ടാലില്ലെങ്കിലും എനിക്കൊരു കുന്തവുമില്ല. പക്ഷെ നിന്നെ വല്ലതും പറഞ്ഞ അത് ഇനി ഏത് വല്യമ്മയാണെങ്കിലും ഞാൻ തിരിച്ചു പറയും. എനിക്ക് അടികൂടാനും പിണങ്ങാനും സ്നേഹിക്കാനും ഒക്കെ നീ മാത്രമേ ഉള്ളൂ. നിന്നെ ആരെങ്കിലും നോവിച്ചാ ഞാൻ സഹിക്കില്ല, അതിനിപ്പോ ആരായാലും. അതെനിക്കറിയാം. നീ എന്റെ കൂടെ ഉള്ളപ്പോ എന്നെ ആര് വേദനിപ്പിക്കാനാ? എന്നാലേ എന്റെ മോള് കിടന്ന് ഉറങ്ങിക്കോ, ഞാനും കിടക്കുവാ. നമ്മൾ എണീക്കുമ്പോഴേക്ക് വല്യമ്മ സ്ഥലം വിട്ടിട്ടുണ്ടാകും. ശരി. എടാ, നീ കാവ്യെ കണ്ടോ? വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ഇവിടെ എങ്ങും കാണുന്നുമില്ല. കാവ്യോ? ഏത് കാവ്യ? നമ്മുടെ കാവ്യ, അല്ലാതെ പിന്നെ ഞാൻ കാവ്യ മാധവനെ അന്വേഷിക്കൂ? ഓ ഓ ഓ, നമ്മുടെ കാവ്യ കുക്കി അല്ലേ? അല്ല, അവളെ ഇപ്പൊ കണ്ടിട്ട് എന്തിനാ? ചുമ്മാ ഒന്ന് കാണാൻ. ഇതൊന്നും അത്ര നല്ലതല്ല. നീ കളിക്കാതെ പറ, അവൾ എവിടെ പോയി? അവളും ടീനയും ഇത്രയും നേരം എവിടെ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ സാർ വന്നപ്പോ ടീന പോയി, ടീന പോയപ്പോ അവളും പോയി. ക്രിസ്ത്യൻ സാറിന്റെ കൂടെയോ? അല്ലട മണ്ട, ലൈബ്രറിയില് ബുക്ക് എടുക്കാൻ പോയി. ഹോ, എന്നാ പിന്നെ ഞാനൊന്ന് ലൈബ്രറി സന്ദർശിച്ചിട്ട് വരാം. നീ വരുന്നോ? ഓ, നമ്മളില്ലേ. നീ അവിടെ പോയി അറിവ് സമ്പാദിക്ക്, ഞാനിവിടെ ക്യാൻറ്റീനിലുണ്ടാവും. ഏത് ബുക്കാണ് വേണ്ടെന്ന് പറഞ്ഞാ ഞാൻ എടുത്തു തരാം. വേണ്ട ചേട്ടാ, ഈ ബുക്ക് ചേട്ടൻ എടുത്താൽ ശരിയാവില്ല. എനിക്ക് വേണ്ട ബുക്ക് ഞാൻ തന്നെ എടുത്തോളാം. ഓ, ഇത് എടുക്കാനും പറ്റുന്നില്ലല്ലോ. ഇതൊക്കെ ആരാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നേ? ഏയ് കാവ്യ, കിട്ടി. അല്ല, അപ്പൊ നീ വീഴുന്നില്ലേ? ഇതെപ്പോഴാ വന്നേ? അല്ല, ഞാനെന്തിനാ വീഴുന്നേ? അല്ല, സാധാരണ അങ്ങനെയാണല്ലോ. ഹീറോയിൻ ബുക്ക് എടുക്കാൻ കേറിയിട്ട് വീഴാൻ പോകുമ്പോ ഹീറോ വരുന്നു, പിടിക്കുന്നു, കണ്ണും കണ്ണും നോക്കുന്നു, അങ്ങനെ. ആഹാ, എന്നിട്ട്? ഓ, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. അങ്ങനെ പോവല്ലേ? എന്താ?
അല്ല, വേണേല് ഞാൻ വീഴാം. വീഴട്ടെ? നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഇങ്ങനെ പേടിക്കാതെ ചെയർമാനെ. എനിക്ക് നിന്നെ അല്ല പേടി, എന്നെ തന്നെയാ. നീ ഇങ്ങനൊക്കെ വന്ന അന്ന് തന്ന സാധനം എനിക്ക് തിരിച്ചു തരേണ്ടി വരും. ആഞ്ജനേയ സ്വാമി കാത്തോണേ. അന്ന് തന്ന സാധനമോ? അതെന്ത് സാധനം? അത് ഓ, ഈ ബെല്ലൊക്കെ ആരാ കണ്ടുപിടിച്ചേ? നാശം. ഞാനെന്നാ പോവാണേ. പോവാനോ? എങ്ങോട്ട്? എനിക്കിപ്പോ ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ കയറണമെന്ന് നിർബന്ധമുണ്ടോ? ക്ലാസ്സിൽ കയറണമെന്ന് നിർബന്ധം ഉണ്ട്. ഇപ്പോ ക്രിസ്ത്യൻ സാറിന്റെ അവറാ. ക്ലാസ് കട്ട് ചെയ്ത അങ്ങേരെന്നെ കൊല്ലും. ഞാൻ പോവാ. ആ പിന്നെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കാതെ ചെയർമാൻ ക്ലാസ്സിൽ കയറാൻ നോക്ക്. ഓ, ഞാൻ കയറിക്കോളാം. ബൈ. ബെല്ലടിച്ചു. ക്ലാസ്സിൽ കയറണം. ഏയ്, അതോർത്ത് പേടിക്കണ്ടാടോ. ഇപ്പൊ എന്റെ ക്ലാസ്സാ. കുറച്ചു കഴിഞ്ഞ് പോകാം. ഒരു 10 മിനിറ്റ്. ഇങ്ങനെ പോയാ മിക്കവാറും കോളേജെന്ന് പറഞ്ഞു വിടും. അപ്പോ ഞാൻ വേറെ കോളേജിൽ കയറിക്കോളും. അത് വേണ്ട. തന്റെ ഒരു കാര്യം. അങ്ങനെയൊന്നും കോളേജിൽ നിന്ന് പുറത്താക്കില്ല. എടോ, ഞാൻ തന്റെ വീട്ടിലേക്ക് വന്നാലോ? തന്നെ എനിക്ക് കെട്ടിച്ചു തരുമെന്ന് തന്റെ അപ്പനോട് ചോദിക്കാം. അല്ലാതെ എന്തിനാ? അതിനായിരുന്നോ? അയ്യോ, അതിനാണോ? ആ, അതെ. എന്തേ? എനിക്ക് പേടിയാ. ആരെ? അപ്പനെയോ? അപ്പനെയല്ല. അപ്പൻ ഭയങ്കര കൂളാ. ഇച്ഛായന്മാരെ എനിക്ക് പേടി. അതെന്തിനാ പേടിക്കുന്നേ? അവർക്ക് ഇറങ്ങാണോ? അങ്ങനെയൊന്നല്ല. പക്ഷേ ഈ പ്രേമ എന്നൊക്കെ പറഞ്ഞു ചെന്നാ എന്നെ ബാക്കി വെച്ചേക്കില്ല. ഓഹോ, എങ്കിൽ പിന്നെ നമുക്ക് വേറെ വഴിക്ക് കാര്യങ്ങൾ നീക്കാം. ഞാൻ പ്രപ്പോസലുമായി ഒരു ബ്രോക്കറെ അങ്ങോട്ട് അയക്കുന്നു. ഞങ്ങൾ അത്യാവശ്യം പേരുകെട്ട തറവാട്ടുകാരായതുകൊണ്ട് അവർ സ്വീകരിക്കാതിരിക്കില്ല. പിന്നെയെല്ലാം നാട്ടു നടപ്പനുസരിച്ച് നീങ്ങിക്കോളും. ആ, ഈ ഐഡിയ കൊള്ളാലോ. പക്ഷേ ഇപ്പോഴേ വേണ്ട. ഈ കോഴ്സൊക്കെ ഒന്ന് കഴിയട്ടെ. ആ, എന്നിട്ട് മതി. അപ്പോഴേക്ക് ഞാൻ ഈ കോളേജ് മാറും. പിന്നെ നോ ഡൗട്ട്സ്. എല്ലാം നടന്നാ മതിയായിരുന്നു. എങ്കിൽ വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഹലോ. ഹലോ, ഇതാരാ? ഈ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ലേ? ഇത് താനല്ലേ? ആ, ഞാൻ തന്നെയാ. എന്താ വിളിച്ചേ? ചുമ്മാ എന്തോ തന്റെ സൗണ്ട് കേൾക്കണം തോന്നി. എന്തിന്? ഞാൻ പറഞ്ഞല്ലോ ചുമ്മാതാണെന്ന്. ഡോ, തന്റെ പേരെന്താ? പറയില്ല. ഈ കോളേജിൽ തന്നെയാണോ പഠിക്കുന്നേ? ആ, അതെ. ഏത് ഡിപ്പാർട്ട്മെന്റാ? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ഇതൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാ എന്നെ വിളിക്കുന്നേ? ചുമ്മാ ഒരു രസം. അങ്ങനെ നിനക്ക് രസിക്കാൻ വേണ്ടി എന്നെ വിളിക്കണമെന്നില്ല. ഇങ്ങനെ ചൂടാവല്ലേ കോഴിക്കുഞ്ഞേ. എന്നെ അങ്ങനെ വിളിക്കാൻ നീ ആരാ? കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് മനുഷ്യനിട്ട് കുരങ്ങ് കളിപ്പിക്കാൻ. ഇതിന്റെ പേര് ഇഷ്ടവും പ്രേമൊന്നുമല്ല. നീ ആരാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇപ്പൊ പറ, അല്ലെങ്കിൽ ഇനി മേലാൽ എന്നെ വിളിക്കരുത്. ജിമിൻ, ഞാൻ
സത്യമായിട്ടും നിന്റെ ഈ കളിപ്പിക്കലൊക്കെ എനിക്ക് മതിയായി. നീ ഒരാൾ കാരണം ഞാൻ ആ നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടു. തനിക്കിതൊക്കെ ഒരു തമാശയായിരിക്കാം, പക്ഷെ ഇതിന് എന്തുമാത്രം ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയോ? ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കില്ല. സോറി, തനിക്കിതൊക്കെ ഇത്ര ഫീൽ ആവുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി ഞാൻ തന്നെ വിളിക്കില്ല. ബൈ. ഹലോ ഹലോ, കട്ട് ചെയ്തോ? കാർത്തി, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? നീ എന്താ കേട്ടത്? നീ ആ മറ്റവളെ കയറി പ്രപ്പോസ് ചെയ്തോ? മറ്റവളോ? ഏത് മറ്റവള്? ദേ, ചുമ്മാ പൊട്ടം കളിക്കല്ലേ. നീയും ആ കാവ്യ ഇപ്പൊ റിലേഷനിലാണോ? ഒന്ന് പറ കാർത്തി. നിനക്ക് എന്താ സോന അറിയേണ്ടത്? ഞാൻ പറഞ്ഞു തരാം. നീ എന്തൊക്കെയാ കേട്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്നത്തോടെ നിന്റെ എല്ലാ ഡൗട്ടും ഞാൻ തീർത്തു തരാം. അതിന് ഞാൻ ചോദിച്ചത് നിന്നോടല്ലല്ലോ. ഐ ഡോണ്ട് കെയർ. എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്കെന്നാ തുടങ്ങാം. Your first question. കാർത്തി എന്നെ പ്രപ്പോസ് ചെയ്തോ? യെസ്, he proposed me. ആ സീന നീ ഒന്ന് കാണണമായിരുന്നു സോന. നീ എന്തോ ക്യാമ്പിന് വരാന് മിസ്സായില്ലേ? Then second question. ഞങ്ങൾ തമ്മിൽ റിലേഷനിലാണോന്ന്? യെസ്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില. We are in love. അല്ലേ കാർത്തി? സോനിക്ക് പറഞ്ഞു കൊടുക്ക്. ഡി, ഏയ് സോന, ഇവൾക്ക് വേണ്ടി നീ എന്റെ മേലെ കൈവച്ചല്ലേ? ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അവളെ അടിക്കണ്ടായിരുന്നു കാർത്തി. പിന്നെ നിന്നെ ഉപദ്രവിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കണോ? പറ്റിപ്പോയി. ഇനി എന്തേലും പ്രശ്നാവോ? ഏയ്, ഞാൻ അവളോട് സോറി പറഞ്ഞോളാം. തനിക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല. ഡാ, നീ ഇവിടെ തന്നെ ഇരിപ്പാണോ? എന്താടാ, എന്തോ പറ്റി? നേരത്തെ അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആര്? നിന്റെ അജ്ഞാത സുന്ദരിയാണോ? ആ, അവള് തന്നെ. എന്നിട്ട് എന്റെ കൺട്രോൾ ചെറുതായി അങ്ങ് പോയടാ. ഞാൻ കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. അതെന്തിനാ? അവള് നിന്നെ വല്ലതും പറഞ്ഞോ? ഏയ്, അവളൊന്നും പറഞ്ഞില്ല. എന്തോ എന്നെ കളിപ്പിക്കുന്നത് പോലെ തോന്നിയപ്പോ ദേഷ്യം വന്നിട്ട് ഞാൻ വായി തോന്നിയത് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം ഇനി വിളിക്കില്ല എന്ന് പറഞ്ഞ് അവള് ഫോണ് കട്ട് ചെയ്തിട്ട് അങ്ങ് പോയി. അടിപൊളി. എന്നിട്ട് നീ തിരിച്ചു വിളിച്ചു നോക്കിയില്ലേ? കൊറേ തവണ വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഓ, പോട്ടെ, സാരമില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ട്രൈ ചെയ്ത് നോക്കാം. അതല്ലടാ, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഏയ്, നീ ചുമ്മാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. എടാ, പിന്നെ ഒരു പ്രശ്നമുണ്ട്. എന്താടാ? ഹലോ? ആ, അതെ. ഇതാരാ? പെട്ടെന്ന് വരാം. എന്താടാ, എന്തു പറ്റി? നീ വേഗം വണ്ടി എടുക്ക്. നമുക്കൊന്ന് സിറ്റി ഹോസ്പിറ്റൽ വരെ പോണം. അർജന്റാ.